മോഹന, വേലുവിന്റെ കൂടെ ആരൊക്കെയാടാ കോടതിയിലേക്ക് പോയത്? അത് നമ്മുടെ ആ പനങ്കാട്ടി താമസിക്കുന്ന കരടിയില്ലേ, അവനാ. കരടി എന്ത് കണ്ടിട്ടാ പേടിച്ചോടും? അത് തീ കണ്ടാ പേടിച്ചോടും. അങ്ങനെയാണെങ്കിൽ കത്തിക്കാൻ വേണ്ടേ? ചേട്ടാ അതെങ്ങനെ കത്തിക്കുന്നേ? ഫോസ്ഫറസ് ചാണകത്തിനകത്ത് കുഴച്ചു വച്ച് ഉരുട്ടി ഉരുട്ടി പനയിലേക്ക് എറിയടാ. വെയില് കൊണ്ട് ചാണകം ഉണങ്ങുമ്പോ പന തനിയെ കത്തിക്കോളും. അല്ല, ഒരുപാട് അറിവുള്ളവരെ പോലെ സംസാരിക്കുന്നല്ലോ. മുതലാളിക്ക് കണ്ടുപിടിക്കുന്ന ഫോർമുല അറിയില്ല, നശിപ്പിക്കുന്ന ഫോർമുല നന്നായിട്ട് അറിയാം. മുതലാളി, കമ്മീഷൻ അടിക്കാൻ വേണ്ടി താൻ ഫോസ്ഫറസിന് പകരം പാൽപ്പൊടി എങ്ങാനും കൊണ്ടുവന്നാണല്ലോ. മോഹൻ റെഡിയാണോ? റെഡി. റോൾ. റോളിംഗ്. ഹായ് വ്യൂവേഴ്സ്, നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്തെ മഞ്ചേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മഞ്ചേരി എന്ന് പറഞ്ഞ ഉടനെ അവിടുത്തെ പ്രകൃതി ഭംഗിയാണ് എല്ലാവർക്കും ഓർമ്മ വരിക. പക്ഷേ ഇവിടെ കരിമ്പ് കൃഷി അധികമായിട്ടുണ്ട്. കരിമ്പിൽ തന്നെ 2 തരത്തിലുള്ള ഇനങ്ങളുണ്ട്. അയ്യോ, എന്തു പറ്റി? എന്താന്നറിയില്ലല്ലോ. എല്ലാരും ഓടുന്നു. എന്തിനാ എല്ലാരും ഓടുന്നേ? പനിക്ക് തീ വെക്കുന്നോ? ആരാ ഈ ചക്രപാണി? നല്ലവനാ മോളെ. സിഗരറ്റ് വലിച്ചാൽ താഴെ കളയാതെ ഏതെങ്കിലും ഓലക്കൂട്ടിന്റെ മുകളിൽ കൊണ്ടിടും. വെറ്റ മുറുകിന്ന് വെച്ചോ, ഏതെങ്കിലും വെള്ള ഷർട്ടിൽ തന്നെ നോക്കി അങ്ങ് തൂക്കും. എന്ത് ക്രൂരത ഇത്! എന്താ നിങ്ങൾ എതിർക്കാത്തെ? വേലു അവന്റെ വെല്ലിച്ചന്മാരുമാണ് അവനെ എതിർക്കുന്നത്. അയ്യോ, ഞാൻ അങ്ങേർക്കെതിരെ സാക്ഷി പറഞ്ഞുകൊണ്ട് എന്റെ വീടെല്ലാം കത്തി കളഞ്ഞോ. കണ്ടല്ലേ വേലു, ഇത് കണ്ടോ? ഞാനിനി എവിടെ പോയി താമസിക്കും? എനിക്ക് ആ വേലുവിനെ കാണാൻ പറ്റുമോ? ഇപ്പോഴാണ് വേലു ഇതിലെ പോയത്. വേഗം തന്നെ തിരിച്ചു വരും. വേലു, ഇന്ന് ആ ചക്രമണിയുടെ വീട് കത്തിച്ചു കളയണം. വേണ്ട വലിച്ച, അവൻ ചെയ്യുന്നതിനൊക്കെ നമ്മൾ പകരം ചെയ്യാൻ നിന്നാ ശരിയാവില്ല. ഇതാര് ചെയ്തു അവന്റെ കൈയാണ് വെട്ടുന്നത്. അപ്പോഴേ പേടിയുണ്ടാവൂ. മോളെ, വേലുവിന്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു. മനു ഷൂട്ട് ചെയ്യേ. ഓക്കെ. ഫോക്കസ് ഫോക്കസ്. അത്ഭുതമായിട്ടുണ്ട്. നിന്നെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഷോക്കിംഗ് ആയല്ലേ? ഷോക്കിംഗ് ആണെന്ന് മാത്രമല്ല, 27 വർഷങ്ങളായി എന്റെ അമ്മ നേർന്ന നേർച്ചക്കൊക്കെ ദൈവം ഫലം തന്നതുപോലെ അദ്ദേഹം നിങ്ങളുടെ ഏട്ടനാവാനുള്ള സാധ്യതയുണ്ട്. കണ്ടാൽ ഒരുപോലെയല്ലേ ഉള്ളത്. ഈ മീശ പിരിച്ചിട്ട് താടി എടുത്ത് കളഞ്ഞ നിങ്ങളെ പോലെ തന്നെയാ. ഈ കാര്യം ഉടനെ തന്നെ നിന്റെ അച്ഛനെ അമ്മയെ അറിയിക്കണം. അമ്മയോട് പറഞ്ഞ ആവശ്യമില്ലാതെ അമ്മ സ്വപ്നങ്ങൾ കാണും. ഒരുപക്ഷെ അവൻ എന്റെ ചേട്ടൻ അല്ലെങ്കിലോ? ആദ്യം ഞാൻ പോയി അവൻ ആരാ എന്താന്നൊക്കെ അന്വേഷിക്കാം. അപ്പൊ ഞങ്ങളും വരാം വാസു. വേണ്ട സ്വാതി, പ്രശ്നം പിടിച്ച സ്ഥലമാണെന്നും വലിയ കുടുംബമാണെന്നും അല്ലേ പറഞ്ഞത്. എല്ലാവരും പോയി കൺഫ്യൂഷൻ ആവണ്ട. ഈ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് പോവാം. നമ്മുടെ ക്രൈം ഡിവിഷനിൽ ഒരു 10 പേരെ റെഡിയാക്കണം. പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഉടനെ അയച്ചേക്കണം. ഓക്കെ. ആരാടാ ഈ തലയെ കൂടെ തുണിയിട്ടിരിക്കുന്നത്? വേലു ആണോ അല്ലെങ്കിൽ ചിറ്റപ്പനായിരിക്കോ? വലിയൊരു കുഴപ്പമായല്ലോ. ശരി, മിണ്ടാതെ അകത്തോട്ട് പോയി നോക്കാം. ആരാകത്ത്? നീ എനിക്കൊരു സമാധാനം തരത്തില്ലേ? ഉടനെ അങ്ങ് പൊക്കി നോക്കണം. നോക്കിയേ, പൊതച്ച് എന്ത് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി ഞാൻ അകത്തോട്ട് വന്നത്. അകത്ത് കയറി നോക്കാൻ റൂമാണോടാ? വിവരമില്ലാത്തവനെ. ആവി പിടിക്കുക. ആവി പിടിക്കണേ മുറിക്കത്തി പോയിരുന്ന് പിടിക്കുക, അല്ല ഹാളിൽ ഇരുന്നല്ലേ പിടിക്കേണ്ടത്. ആരോടാണ് നീ ഒച്ച സംസാരിച്ചത്? പറയുന്നവരെ അവന്മാരെ വിടാൻ പാടില്ല. അവന്റെ വീടും പനയും കത്തിച്ചവന്മാരൊക്കെ എവിടാടാ? പറയടാ. എങ്ങോട്ടാ ചേട്ടാ ഇത്ര സന്തോഷത്തിൽ പോന്നെ? ഇത് കണ്ടിട്ട് നിനക്ക് സന്തോഷം തോന്നുന്നു? അല്ല ചേട്ടാ, എപ്പോഴും മൂക്ക് നല്ല മനോഹരമായിട്ടാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. തോട്ടത്തിലുള്ള പുളിയൊക്കെ പറിച്ച് ഉണക്കി അത് വിറ്റ് കാശാക്കി കൊണ്ടുവരാൻ പോവാ. മതിയല്ലോ, ഒന്ന് മാറങ്ങോട്ട്. അപ്പൊ കൊട്ട മതിയാവോ? എന്തേ? ഞാൻ പാത്രമാന്നോർത്ത് പറഞ്ഞതാ. നീ എന്തിനാ പാത്രം പറയുന്നേ? അവിടുത്തെ പാത്രമെന്നാ ചേട്ടാ പറഞ്ഞേ. ഒരു കാര്യം അതെന്തോടാ പാതിയിൽ പറയുന്നേ? നിനക്ക് കളിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ? ദോ അങ്ങോട്ടും നോക്കി, നിന്റെ ജീവനോട് വിടത്തില്ല. അത് കണ്ടില്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. ഒരു കോട്ടയം പാത്രം. ഞാൻ പോയിട്ട് വരട്ടെ. അയ്യോ ചേട്ടാ, ഞാൻ പറയാം ചേട്ടാ, പറയാം. 2 പേരും മഞ്ചേരിയിലുള്ള പാർവതി ഹോട്ടലിൽ റൂം എടുത്ത് തങ്ങിയിരിക്കുക. ഞങ്ങളും വരാം. വേണ്ട ഇളയച്ചാ, ഞാൻ നോക്കിക്കോളാം. ഇവിടെ അടുത്ത് നല്ല ലോഡ്ജ് എവിടെയാ ഉള്ളത്? പാലം ഇറങ്ങി ലെഫ്റ്റ് സൈഡിൽ പാർവതി ഹോട്ടലുണ്ട്. ചേട്ടാ, അല്ല ഈശ്വരി ലോഡ്ജ് എവിടെ? നേരെ പോയാൽ മതി.
വേലു അവരിവിടെ തന്നെയാ താമസിക്കുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ ഇല്ല. അവരുടെ റൂമിനടുത്ത് തന്നെ റൂം ബുക്ക് ചെയ്യേ. ചേട്ടോ ചേട്ടൻ പറഞ്ഞ ബസ് 11 മണിക്കാ പോകുന്നത്. എളച്ച ഞാനിപ്പോ ടൗണിലാ. അവന്മാരിവിടെ ഇല്ല. ഞാൻ നോക്കിക്കോളാം. ചേട്ടാ ഞാൻ വൈകുന്നേരം വരും. ഓക്കെ സാർ. ഇത്രയും നേരം നമ്മളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചേട്ടാ വേലു നമ്മളെ അന്വേഷിച്ച് അവൻ ഇവിടെ വന്നിരിക്കുക. വാ വാ പോയേക്കാം പോയേക്കാം. എന്നെ കണ്ടപ്പോ അവരെന്തിനാ ഓടിയത്? ചേട്ടോ ചേട്ടന്റെ ബസ്സിന് സമയം. അടുത്ത ബസ് 2:30. വീടിന് തീ വെക്കല്ല. ഒരു പ്രധാന കാര്യം ചേട്ടാ, നമ്മുടെ ആൾക്കാരെ വേലു വെട്ടി. അവിടെ ഇരിക്കുന്ന ആൾ നമ്മുടെ വേലുവിനെ പോലെ ഉണ്ടല്ലേ? അതെ ചേട്ടാ, താടി വെച്ചിരിക്കുന്നോണ്ട് ആളിനെ തിരിച്ചറിയുന്ന പോലും ഇല്ല. വേലു ബസ്സിൽ പോവാണെങ്കിൽ എന്തേലും പ്രശ്നമുണ്ടാവും. എന്താടാ പറഞ്ഞേ? നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന ബസ്സിനകത്തുണ്ട് ചേട്ടാ. വേലു വേഗം ബസ്സിൽ വരണമെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാകും, സംശയമില്ല. അവൻ നമുക്ക് പണി തരുന്നതിന് മുമ്പ് നമ്മൾ അവന് പണി കൊടുക്കേ വേണ്ടത്. അവനെ പൊക്കിക്കൊണ്ട് പോടാ. വണ്ടി ഇവിടുന്ന് മുന്നോട്ട് എടുക്കാൻ പാടില്ല. വാ വാ കേറി നോക്കാം. വാടാ കേറങ്ങോട്ട്. അതെ എല്ലാത്തിനും പിടിച്ച് നടക്ക്. മുന്നോട്ട് ഇറങ്ങടാ. കേറി വെട്ടവനെ വെട്ട്. മോനെ നിന്നെ വെറുതെ വിടുന്നില്ല. നീ ഇറങ്ങി ഓട്. വേഗം ഇറങ്ങി ഓടാൻ നോക്ക്. ഇറങ്ങ് എല്ലാരും വേഗം ഇറങ്ങ്. വേഗം. എതിരാളി നമ്മളെ കണ്ട ഉടനെ ബസ് എടുത്ത് അവൻ തന്നെ ഓടിക്കുവാ. അവനെ വിടരുത്, വേഗം പിടിക്കേ. പോയിക്കൊണ്ടിരിക്കും മുതലാളി. ആ സ്ഥലം കഴിയുമ്പോൾ ഒരു പാലം വരും. ആ പാലത്തിന് ഒരു ബോംബ് വെക്കാൻ പറ.
വെട്ടിയാലെടാ, അവനെ. നിക്ക്. ആക്കണം അവനെ. വാടാ, വേഗം വാ. ആ, വാടാ വാ, തിരിച്ചു പോവാം വാ. അയ്യോ. വാ പോയേക്കാം, ഓടിക്കോ 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 ഓടിക്കോ. ആരാ മോനെ നീ? വാസു, ബേലുവിനെ അന്വേഷിച്ച് വന്നതാ.